ഇറ്റ്സ് റിയലി ടെസ്റ്റിംഗ് ടൈംസ് ഫോർ ഇന്ത്യൻ ഡിപ്ലോമസി. നയതന്ത്രം, ഇന്ത്യൻ നയതന്ത്രം വളരെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ഇന്ത്യൻ നയതന്ത്രം. പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ഒരു കരക്കെത്തിച്ച് നിർത്താൻ അന്തിമമായി എന്താണ് ചെയ്യേണ്ടത്? ട്രേഡ് നെഗോസിയേഷൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്കയുടെ സുപ്രീം കോടതി ട്രംപ് പ്രഖ്യാപിച്ച പകരം തീരുവ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 1977 ഒരു ട്രേഡ് ആക്ട് അനുസരിച്ചാണ് ട്രംപ് അത് പ്രഖ്യാപിച്ചത്. അത് വെട്ടി. തൊട്ടുപുറകെ 1974 മറ്റൊരു ആക്ട് അനുസരിച്ച് ഏതാണ്ട് 15% തീരുവ ഉടനടി അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പം 18% ഉണ്ടായിരുന്നത് 15% കുറഞ്ഞു എന്ന് ആശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ചുള്ള മുൻകാല ഒരു ശരാശരി ടാരിഫ് 3%, അതും കൂടെ ചേർത്ത് 18 എന്ന രീതിയിൽ സംസാരം ഉണ്ടായപ്പോഴാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന തൊട്ട് മുൻപ് ഇപ്പോൾ വരുന്ന ഏറ്റവും വൈകിയ വാർത്ത എന്ന് പറയുന്നത് ഇന്ന് മുതൽ ഒരു ടാരിഫുമില്ല, ഒരു രാജ്യത്തിനെതിരെ ഒരു ടാരിഫും ഉടനടി ഉണ്ടാവുന്നില്ല. ഈ 15% ടാരിഫ് നിലവിൽ വരാൻ കുറച്ച് ദിവസം കൂടി എടുത്താൽ പോലും അത് പരമാവധി 150 ദിവസം മാത്രമേ അതിനായിട്ടുള്ളൂ. കോൺഗ്രഷണൽ റാറ്റിഫിക്കേഷൻ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ എന്തിന് അമേരിക്കയുമായി തിരക്കിട്ട് കൂടിയാലോചനകൾക്ക് പോകണം? അമേരിക്കൻ്റെ ഇപ്പോൾ പോകാനിരുന്ന ഇന്ന് എത്താനിരുന്നതാണ് അമേരിക്കയിൽ. ആ യാത്ര പെട്ടെന്ന് മാറ്റിവെച്ചു. ഇറ്റ്സ് എ മാസ്റ്റർ സ്ട്രോക്ക്. അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യമാണ്. പക്ഷേ ഞാനതിനെ കാണുന്നത് തന്ത്രപരമായ ഇന്ത്യയുടെ തീരുമാനമെന്ന നിലയിലാണ്. ധൃതി പിടിക്കാതിരിക്കുക. എന്തിന് അമേരിക്കയുടെ വായിൽ കൊണ്ട് തല വെച്ച് കൊടുക്കണം? അതുമാത്രമല്ല, സ്വല്പമൊന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നില്ലേ? അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി കൂടെ വന്നതിന് ശേഷം, സാഹചര്യങ്ങളൊന്ന് വിലയിരുത്തിയതിന് ശേഷം ഒരു കരാറിനെക്കുറിച്ച് പൊതുപ്രഖ്യാപനം നടത്തിയാൽ പോരായിരുന്നോ? തിരക്കിട്ട് എന്തിന് ഫെബ്രുവരി മാസം ആദ്യം അമേരിക്ക ഇന്ത്യ കരാർ എത്തിച്ചേർന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയണം? അത് പറഞ്ഞത് ഇന്ത്യയല്ല, അമേരിക്കയാണ് പറഞ്ഞത്. ട്രംപ് മേ ബി ജമ്പിങ് ദ ഗൺ, ഒക്കെ ശരിയാണ്. എങ്കിലും ഇന്ത്യയുടെ ഒരു ഗ്രീൻ സിഗ്നൽ ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ ട്രംപിന് ഞങ്ങൾ 18% കുറച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണല്ലോ. വേവുവോളം നിന്നാൽ ആറുവോളം കാക്കരുതോ എന്നൊരു സേയിങ്ങില്ലേ മലയാളത്തിൽ. അതുകൊണ്ട് ഇന്ത്യ ധൃതി പിടിച്ചു, അല്ലെങ്കിൽ ട്രംപ് വിരട്ടിയപ്പോൾ കുറേയൊക്കെ പേടിച്ചു എന്ന് പ്രതിപക്ഷം പറയുന്നതിന് അർത്ഥമുണ്ടാകുന്നത് അങ്ങനെയാണ്. റഷ്യയുമായിട്ട് എണ്ണ വ്യാപാരം യഥാർത്ഥത്തിൽ കുറച്ചുകൊണ്ട് വന്നല്ലോ. ഒരു ഘട്ടത്തിൽ 36-37% വരെ ഇന്ത്യയുടെ ഊർജ്ജാവശ്യം 2023, 24, 25 പകുതി വരെ വന്നു. അമേരിക്ക ഒന്ന് വിരട്ടിയപ്പോൾ ഘട്ടമായിട്ട് കുറച്ച്. ഇപ്പോഴും 20% ഉണ്ട്. പക്ഷേ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ആയി കഴിയുമ്പോൾ അത് ഏതാണ്ട് പൂർണ്ണമായി നിൽക്കത്തക്ക രീതിയിൽ പുതിയ കരാറുകളിൽ ഇല്ല, പുതിയ വാങ്ങൽ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നില്ല എന്ന രീതിയിലാണ് ഇന്ത്യയുടെ ഓയിൽ കമ്പനികൾ. അപ്പോൾ സമ്മർദ്ദമുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ആ സമ്മർദ്ദം അനുസരിച്ച് ഇന്ത്യ കുറേയൊക്കെ വഴങ്ങി കൊടുക്കുന്നുണ്ട് എന്നതും വ്യക്തമാണ്. ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതി വിധി ഇന്ത്യക്ക് ഒരു പിടിവള്ളിയായി വന്നിരിക്കുന്നു. നമുക്കറിയാമല്ലോ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു രീതി, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു രീതി, ഒന്നല്ലെങ്കിൽ മറ്റൊരു മാർഗം ഉപയോഗിച്ചുകൊണ്ട്, എവിടെയെങ്കിലും നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ടാരിഫ് പ്രഖ്യാപിക്കും. അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിലെ ഏറ്റവും ആദ്യ വാക്കാണ് ടാരിഫ്, ഏറ്റവും അവസാന വാക്കും ടാരിഫാണ്. ടാരിഫിൽ തുടങ്ങി ടാരിഫിൽ അവസാനിക്കുന്ന ഡീലുകൾ മാത്രമേ ഉള്ളൂ. ഡീൽ എന്നതാണ് എ ലീഡർ ഷുഡ് ബി എ ഡീലർ. എ ഗുഡ് ലീഡർ ഷുഡ് ബി എ വെരി മാഗ്നിഫിസൻറ്റ് ഡീലർ. ഇതാണ് ട്രംപിൻ്റെ വിശ്വാസം. അതെങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുക്കുക? അവിടെയാണ് ഇന്ത്യൻ നയതന്ത്രം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതും. ചെറിയ സമ്മർദ്ദം, അമേരിക്കയ്ക്ക് ഒരു ചെറിയ സമ്മർദ്ദം, വലിയ സമ്മർദ്ദമൊന്നുമല്ല കേട്ടോ, ചെറിയ സമ്മർദ്ദം കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയും. കാരണം ഇത് അമേരിക്കയുടെ മുഖം രക്ഷിക്കുന്നതിൻ്റെ കാര്യമാണ്. മുഴുവൻ കാര്യങ്ങളും റീനെഗോഷിയേറ്റ് ചെയ്യാൻ എന്ന് തുടങ്ങി ഡ്രോയിങ് ബോർഡിലേക്ക് പോയി. എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ അമേരിക്കൻ ഇറക്കുമതിയെക്കുറിച്ച് 0% ടാരിഫ് എന്നാണ് പറയുന്നത്. അമേരിക്കൻ ഇറക്കുമതി സെലക്ട് കാർഷിക വിഭവങ്ങളിൽ ഉൾപ്പെടെ അത് ജനിതക വ്യതിയാനം വരുത്തിയ വിത്തിനങ്ങൾ ഒരുപക്ഷെ ഈ ധാന്യങ്ങളുടെ രൂപത്തിൽ കാലിത്തീറ്റയ്ക്കകത്ത് കൂടി ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് കടന്നു വരാം. പിന്നെ ചില സോയാബീൻ ഉൾപ്പെടെയുള്ള എണ്ണകൾ, ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ചില സെഗ്മെൻറ്റുകളെ, കർഷക സമൂഹത്തിൻ്റെ ചില സെഗ്മെൻറ്റുകളെ, ക്ഷീര ഉൽപ്പാദകരുടെ ചില സെഗ്മെൻറ്റുകളെ, എല്ലാവരെയുമല്ല, ബാധിക്കും.
അത് ഇവിടെ പ്രതിപക്ഷം നല്ലൊരു പ്രചരണായുധമായിട്ട് എടുക്കും. കാരണം അത് മാത്രമല്ല, ഈ രാഷ്ട്രീയമായ പ്രതിപക്ഷത്തിന് പലപ്പോഴും BJP എതിർക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ഡിസോർഗനൈസ്ഡ് ആണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വേർഡിക്റ്റ് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ കർഷകരെ ഒരുമിച്ച് നിർത്താൻ പ്രതിപക്ഷങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കഴിഞ്ഞാൽ അത് BJPയുടെ തേർവാർച്ചയുടെ അവസാനമായിരിക്കും എന്നൊരു തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് വളരെ ടാക്ട്ഫുള്ളി ആണ് BJP മുന്നോട്ട് പോകുന്നത്, വളരെ കെയർഫുള്ളിയാണ്. ഒന്ന്, ഈ ഡിസ്ട്രാക്ഷൻ ഗെയിമാണ് വേണ്ടത്. ആ ഡിസ്ട്രാക്ഷൻ ഗെയിമിൻ്റെ ഒരു പകുതി, പ്രത്യേകിച്ച് എപ്സ്റ്റീൻ ഫയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഹർദീപ് സിംഗ് പുരിയുടെ പേര് വന്നിരിക്കുന്നു. അത് പല ആവർത്തി എപ്സ്റ്റീനെ നമ്മുടെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി കണ്ടു എന്നതാണ് വിവരം. ആ കണ്ടതിൻ്റെ ഇതിവൃത്തം എന്താണ് സംസാരിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല. നരേന്ദ്രമോദിയുടെ പേര് പോലും വന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ അതെന്തെങ്കിലും അഴിമതി നടത്തിയെന്നല്ല, മറിച്ച് അമേരിക്കയുടെ പ്രത്യേക താല്പര്യപ്രകാരം എപ്സ്റ്റീനിലൂടെ മോദിയെ ബന്ധപ്പെട്ട് ഇസ്രയേൽ സന്ദർശിക്കാൻ 2017 മോദിയുടെ ഇസ്രയേൽ സന്ദർശനത്തിൻ്റെ കാറ്റലിസ്റ്റായി പ്രവർത്തിച്ച ആ ഒരു ഘടകം എപ്സ്റ്റീനായിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. അതിന് സ്ഥിരീകരണമില്ല. മോദി അതിനെക്കുറിച്ച് കമാന്നലക്ഷം പറഞ്ഞിട്ടില്ല, ട്രംപ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇസ്രയേൽ പ്രധാനമന്ത്രി അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഈ ഒരു കാര്യം പറയുമ്പോൾ അത് ഊതിപ്പെരുപ്പിച്ചതാണെന്ന് തോന്നാം. അവിടെ നരേന്ദ്രമോദി ഇസ്രയേൽ ചെന്ന് ആടുകയും പാടുകയും ചെയ്തു, ഡാൻസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു തരം നിറം പിടിപ്പിച്ച കഥയായി തോന്നാം. അത്രയും പറയാതിരുന്നെങ്കിൽ, ഇതിനുള്ള ഒരു ഇൻ്റലക്ച്വൽഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ കുറേയൊക്കെ വിശ്വസിക്കാമായിരുന്നു. പക്ഷേ ഇതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഇത് 25-ാം തീയതി, ഈ മാസം ഫെബ്രുവരി മാസം 25-ാം തീയതി നരേന്ദ്രമോദി ഈസ് ഗോയിങ് ടു മീറ്റ് ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. ഇത് ഒരു സർപ്രൈസിങ് ഫാക്ടറാണ്. ഇന്ത്യ ഈസ് വൺസ് അഗെയിൻ റീച്ചിങ് ഔട്ട് ടു ടെൽ അവീവ് ആൻഡ് ജെറൂസലം. ഇതിൻ്റെ പിന്നിലെ രീതിശാസ്ത്രം എന്താണ്? അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു വെച്ചു. ഞങ്ങളൊരു 6 ഡയമെൻഷണൽ അലയൻസാണ് ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതിനർത്ഥം ഇന്ത്യ, സർട്ടൻ ആഫ്രിക്കൻ കൺട്രീസ്, അറബ് കൺട്രീസ്, ഗ്രീസ്, സൈപ്രസ് ആൻഡ് ഇസ്രയേൽ, ഇത്രയും രാജ്യങ്ങളുടെ ഏകോപനം. അവിടെ നോക്കൂ, എന്തൊരു സ്ട്രേഞ്ച് കോമ്പിനേഷനാണ്. ഇസ്രയേൽ, അറബ് കൺട്രീസ് ആൻഡ് ഇന്ത്യ ഓൺ ദ സെയിം പേജ്. അതോടൊപ്പം തന്നെ അറബി ആഫ്രിക്കൻ രാജ്യങ്ങൾ, അത് വടക്കൻ ആഫ്രിക്കയിലെ ഈജിപ്റ്റ്, ടുണീഷ്യ, ലിബിയ, മൊറോക്കോ, അൾജീരിയ, അല്ലേ, അങ്ങനെയുള്ള സുഡാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതുപോലെ സൈപ്രസ് ആൻഡ് ഗ്രീസ്, അതെപ്പോഴും ഇസ്രയേലി ഓർബിൽ ടർക്കിക്കെതിരായി നിൽക്കുന്ന ഘടകങ്ങളാണ്. ഇതെല്ലാം ഇസ്രയേലോടൊപ്പം നിൽക്കും, ഇന്ത്യയോടൊപ്പം നിൽക്കും. ലാർജർ കൺവെർജൻസ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ചൈന, റഷ്യ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ബ്രിക്സ് ഒക്കെ ഇവിടെ പോകും. അപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ആഗോള കൂട്ടായ്മ, അത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഒരു തടയിടാൻ വേണ്ടി ഒരുപക്ഷെ എമർജിങ് ഇക്കോണമീസിൻ്റെ, അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ പ്രബല ശക്തിയായ റഷ്യയുടെയും എമർജിങ് പവേഴ്സായ ചൈനയുടെയും ഇന്ത്യയുടെയും ഒക്കെ സാന്നിധ്യത്തോടു കൂടി അമേരിക്കൻ ഡോളറിൻ്റെ മേധാവിത്വത്തിനെതിരെ തടയിടാൻ വേണ്ടി ബ്രിക്സ് എന്നൊരു സമിതി തട്ടിക്കൂട്ടിയെടുക്കുന്നൊരു തിരക്കിലായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ടീത്ത് ആൻഡ് വെനം ഫില്ല് ചെയ്യുന്നൊരു തിരക്കിലായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഇൻഡോ അമേരിക്കൻ ഡീലിലൂടെ അത് പഴങ്കഥയാകുന്നു. പക്ഷേ ആ ഒരു ഭാഗം കുറച്ചുകൂടി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കൻ ഓർബിറ്റിലേക്ക് ഇന്ത്യ കൂടുതൽ അടുക്കുന്നു എന്നതിൻ്റെ ഭാഗമായി കാണേണ്ടതുണ്ടോ ഇപ്പോഴത്തെ മോദിയുടെ ഇസ്രായേലി സന്ദർശനം? പ്രത്യേകിച്ച് ഇറാൻ യുദ്ധം. അമേരിക്ക ഈസ് ബ്രീതിങ് ഫയർ ഡൗൺ ദ നെക്ക് ഓഫ് ഇറാൻ. ആ സാഹചര്യത്തിൽ എക്കാലത്തും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായിരുന്നു ഇറാനിൽ ഇന്ത്യക്ക് വ്യാവസായിക, വാണിജ്യ, സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ചബഹാർ പോർട്ട് ഉൾപ്പെടെ ഇന്ത്യ പണം മുടക്കി വികസിപ്പിച്ചെടുത്തതാണ്. മധ്യേഷ്യയിലേക്കുള്ള ഒരു പാലം എന്ന നിലയിൽ അഫ്ഗാനിസ്ഥാനിലേക്കും കസാക്കിസ്ഥാനിലേക്കും ഉസ്ബെക്കിസ്ഥാനിലേക്കും ഒക്കെ സെൻട്രൽ ഏഷ്യൻ മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ പാകിസ്ഥാനോട് പറ്റില്ലല്ലോ, പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട്. അതുകൊണ്ട് നല്ലൊരു ഉപാധിയാണ്. അത് മാത്രമല്ല, ആത്യന്തികമായി ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒക്കെ വിപണി, യൂറോപ്പിലേക്കൊക്കെ വിപണി പോകണമെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലൂടെ ട്രേഡ് ഇത് പോകണം. ഇന്ത്യ യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ത്രൂ ദ മിഡിൽ ഈസ്റ്റ്. അപ്പം ഐമാക്, ഈ ഒരു സംഭവം മുന്നോട്ട് പോകണമെങ്കിൽ ആ പ്രദേശത്ത് ഇന്ത്യ ഒരു ടാക്റ്റിക്കൽ നിലപാടെടുക്കണം. ഇറാനെ പിണക്കാൻ പാടില്ല, മധ്യേഷ്യയിലേക്കുള്ള കവാടം എന്ന നിലയിൽ. ഇസ്രയേലിനെ പിണക്കാനാവില്ല, യൂറോപ്പിലേക്കുള്ള ആ ഒരു ട്രാൻസിറ്റ് റൂട്ട് എന്ന നിലയിൽ. ഇവിടെ ബാലൻസിങ്, ദ ഗ്രേറ്റ് ബാലൻസിങ് ആക്ട്. നോക്കൂ, അവിടെയാണ് പലസ്തീൻ വിഷയം വരുന്നത്. ഇറാൻ
അനുകൂല നിലപാടാണ്. ഒരുപക്ഷെ പാലസ്തീന് സ്വയം ഭരണാവകാശം ഉണ്ടാവണം, അത് ഇറാൻ്റെ ആഗ്രഹമാണ്, പല അറബ് രാജ്യങ്ങളുടെയും ആഗ്രഹമാണ്. ഇന്ത്യയും അതിനോടൊപ്പം തന്നെയാണ്. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. മോദി അതേക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത്? ടെല്ലവീവിൽ ചെല്ലുമ്പോൾ, അപ്പോൾ ജെറുസലേമിൽ കൂടെ പോകുന്നു എന്നാണ് കേട്ടത്, അവിടെ ചെല്ലുമ്പോൾ ഒരു സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താവും? പലസ്തീനിയൻ കോസ്, പ്രത്യേകിച്ച് കാര്യമായ കോലാഹലങ്ങളില്ലാതെ തന്നെ ഈ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ കടന്നുകയറ്റത്തിനെതിരെ ഇന്ത്യ നിലപാട് 100ഓളം രാജ്യങ്ങളാണ് ഇസ്രയേലെ വിമർശിക്കുന്ന പ്രമേയത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസംഘടനയുടെ പ്രമേയമാണ്. ആ വെസ്റ്റ് ബാങ്ക് അധിനിവേശത്തിനുള്ള ഇന്ത്യയുടെ നിലപാട്, ആ നിലപാട് ഇസ്രയേലിൽ ചെന്ന് പ്രഖ്യാപിക്കാൻ മോദി തയ്യാറാവുമോ? സാധ്യത വളരെ കുറവാണ്. ഇറ്റ്സ് നോട്ട് പൊളിറ്റിക്കലി കറക്റ്റ്. അതേക്കുറിച്ച് ഹി ക്യാൻ ലീവ് തിങ്സ് അൺസെഡ്. പക്ഷേ അതേക്കുറിച്ച് പറഞ്ഞാലും നിലപാടാകും, തീരുമാന നിലപാടാകും. പക്ഷേ അങ്ങനെ പറയാനുള്ള സാധ്യത ഡിപ്ലോമാറ്റിക് കാരണങ്ങളാൽ കാണുന്നില്ല. പക്ഷേ നിലപാടുണ്ട്. അത് അറബി സൗഹൃദമാണ്, അത് പലസ്തീൻ സൗഹൃദമാണ്. പക്ഷേ ആത്യന്തികമായി നമ്മുടെ ഡിഫൻസ് ഇൻട്രസ്റ്റ് കൺവേർജ് വിത്ത് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇസ്രായേൽ. നമ്മുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് ഇപ്പോൾ അയൺ ഡോമും ഡേവിഡ് സ്ലിങ്ങും ആരോ സംവിധാനവും ഒക്കെ ഇസ്രായേലിന് നൽകുന്ന ഒരു കവചമുണ്ട്. സമാനമായൊരു കവചത്തെക്കുറിച്ച്, ഒരു സുദർശന ചക്രത്തെക്കുറിച്ച് നരേന്ദ്രമോദി തൻ്റെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ വ്യക്തമായി പറയുകയുണ്ടായി. കൃത്യമായി ഇന്ത്യയുടെ ഏറിയൽ ഡിഫൻസ് സംവിധാനം, ആകാശത്തേക്ക് നോക്കുന്ന സംവിധാനം, അതിന് ഇസ്രായേലിനെ ഒരുപാട് ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് മിസൈൽ സാങ്കേതികവിദ്യ ഉൾപ്പെടെ, ചില മിസൈലുകളുടെ കൈമാറ്റം ഉൾപ്പെടെ ഉണ്ടാവും എന്ന രീതിയിലുള്ള കാര്യം. അപ്പം ത്രിതലത്തിലുള്ള ബന്ധമാണ് ഉണ്ടാകുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ കാര്യമായി പ്രതികരിച്ചില്ല എന്ന് വളരെ ശ്രദ്ധേയമാണ്. ഇസ്രായേലാണ് പറയുന്നത് മുഴുവൻ. പറയുന്നത് ട്രേഡ് കോഓപ്പറേഷൻ ഉണ്ടാകും, ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടാകും, ഡിഫൻസ് കോഓപ്പറേഷൻ ഉണ്ടാകും. ഇസ്രായേലുമായി ഉണ്ടാകുന്ന ഏതാണ്ട് എല്ലാ ബന്ധം ഈ സമയത്തുണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഇതൊരു ഗ്രഹണ സമയമാണ്. ഇപ്പം ഗ്രഹണ സമയത്ത് നീർക്കോലി കടിച്ചാലും അതിൽ വിഷമുണ്ടാകും എന്ന് പറയുന്നത് പോലെ ഈ സമയത്ത് ഇസ്രായേലുമായി കൈ കൊടുക്കുന്ന ഏത് രാജ്യത്തെയും ഇറാനും റഷ്യയും ചൈനയും ഒക്കെ സംശയത്തോടു കൂടി മാത്രമേ നോക്കൂ. ഇതൊരു യുദ്ധസന്നാഹമായ കാര്യമൊന്നുമല്ല, യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് ആ യുദ്ധമില്ലാതെ ചർച്ചയിലൂടെ ഇസ്രയേൽ ഹമാസ് വിഷയം, അത് പാലസ്തീനിയൻ പ്രോബ്ലം പരിഹരിക്കണം. അമേരിക്ക ഇറാൻ സ്റ്റാൻഡ് ഓഫ് ചർച്ചയിലൂടെ പരിഹരിക്കണം. ഇത് ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാടാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം ചർച്ചയിലൂടെ പരിഹരിക്കണം. ഇത് ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാടാണ്. ഇതാണ് ഒരു ടൈറ്റ് റോപ്പ് വാക്ക്, ഡിപ്ലോമാറ്റിക് ടൈറ്റ് റോപ്പ് വാക്ക്. ഇതാണ് ഒരു ഞാണിന്മേൽ കളിയാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബാലൻസിങ് ആക്റ്റാണ്, ഒരു വലിയ ഡിപ്ലോമാറ്റിക് ബാലൻസിങ് ആക്റ്റാണ്. ഒരു പക്ഷവും കൂടുതൽ സ്ട്രോങ് ആയി പോകുന്നില്ല. ഇന്ത്യ ഒരു പക്ഷത്തേക്ക് ചായുന്നു എന്ന് വരുത്താനാവില്ല. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷത്തേക്ക് ലേശം നിലപാട് പാലസ്തീൻ അനുകൂലമാണ്, അല്ലെ പാലസ്തീൻ കോസിനോടൊപ്പമാണ്, യുദ്ധം ഒഴിവാക്കണമെന്നാണ് നിലപാട്. പക്ഷേ സ്നേഹക്കൂടുതൽ ലേശം ഇസ്രായേലിനോടാണ് എന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കാം. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്ന് പറയാനൊക്കില്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുക്കുന്ന നിലപാടാണല്ലോ ഇന്ത്യയുടെ വിദേശ നയം, അല്ലാതെ പ്രതിപക്ഷം എടുക്കുന്ന നിലപാടല്ലല്ലോ. ഇന്ത്യയിലെ ജനങ്ങൾ ഗവൺമെൻറ്റിന് മാൻഡേറ്റ് കൊടുത്തതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിലപാടെടുക്കുന്നു, വിദേശകാര്യ നിലപാടുകൾ എടുക്കുന്നു. ആ നിലപാടിൽ ഒരു ബാലൻസിങ് ആക്ട് സാധ്യമാക്കും. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരെ എന്നോട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, വ്യാപാര യുദ്ധത്തിൽ കടുംപിടുത്തം തുടരുന്ന ട്രംപിനോട് മറുപടി വാക്കുകൊണ്ടല്ല പറയേണ്ടത്, ഒരു വെയിറ്റിംഗ് ഗെയിം, ഡിലേയിങ് ടാക്ടിക്സ്, അതിലൂടെ പരമാവധി അമേരിക്കയെ മാനസികമായി ചെറിയ രീതിയിൽ സമ്മർദ്ദപ്പെടുത്തി ആത്യന്തികമായി സുപ്രീം കോടതിയുടെ വിധിയുടെ കൂടെ ബലം എടുത്തുകൊണ്ട് കുറച്ചുകൂടി അനുകൂലമാകുന്ന ഒരു കരാർ ഒക്കുമെങ്കിൽ റീനെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നിലവിലുണ്ടായിരുന്ന WTO റെഗുലേഷൻ അനുസരിച്ച് നിലവിലുണ്ടായിരുന്ന MFN അതൊരു കരാറാണല്ലോ, ഒരു ധാരണയാണല്ലോ, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ. ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്നല്ലേ പറയുന്നത്, GATT. അതിന് പകരമാണ് WTO വന്നത്. ആ എഗ്രിമെൻറ്റ് എത്ര? 3%, ശരാശരി 3%. അതിൽ നിന്ന് ആ ബെഞ്ച് മാർക്കായിട്ട് തുടങ്ങി. അല്ല 18% എന്ന് ട്രംപ് പ്രഖ്യാപിച്ച ബെഞ്ച് മാർക്കല്ല, മറിച്ച് ട്രംപ് പ്രഖ്യാപനം നടത്തിയതല്ലേ ഉള്ളൂ, നിലവിൽ വന്നില്ലല്ലോ. നമ്മൾ ഒരു കരാറും, ഇടക്കാല കരാറും ആത്യന്തിക കരാറും ഒപ്പിട്ടിട്ടില്ലല്ലോ ഭാഗ്യത്തിന്. പക്ഷേ തല കൊണ്ട് വെച്ചു കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ തല പതിയെ ഊരിയതിന് ശേഷം ഒന്നുകൂടി ഓൺ എ ക്ലീൻ സ്ലേറ്റ് റീനെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന
ഓപ്ഷൻ തേടുന്നിടത്താണ് ഇന്ത്യയുടെ നയതന്ത്രത്തിൻ്റെ വിജയം. അതുകൊണ്ടാണ് അമേരിക്കൻ്റെ യാത്ര ഒഴിവാക്കിയത്. സ്വാഗതാർഹമെന്ന് ഞാൻ പറഞ്ഞു വെച്ചത് ആ അർത്ഥത്തിൽ. അതാണ് ഒരു ഡയമെൻഷൻ, അതാണ് ട്രേഡുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ ഡയമെൻഷൻ, ഇസ്രയേലിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുമ്പോൾ ഇസ്രയേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പലസ്തീൻ വിഷയമാണ്. അവിടെ ഇന്ത്യ എന്ത് നിലപാടെടുക്കും, അത് ലോകമുറ്റു നോക്കുന്നു. 3, ഇറാൻ അമേരിക്ക സ്റ്റാൻഡ് ഓഫിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട്. ഒരു നിലപാടില്ലായ്മ എന്നല്ല, തുല്യ നിലപാടാണ്. പക്ഷേ അതും പുറമേ പറയാൻ, ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഇന്ത്യ എത്രത്തോളം താല്പര്യപ്പെടുന്നു. ഇത് മൂന്നും അങ്ങനെ അധികം പുറമേ സംസാരിക്കാതെ പ്രവൃത്തിയിലൂടെ മാത്രം വളരെ സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തന്ത്രപരമായ നിലപാട്, സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ഇന്ത്യയുടെ വിഖ്യാതമായ ഫോറിൻ പോളിസി നിലപാടിൽ മായം ചേർക്കാതെ, വെള്ളം ചേർക്കാതെ, പരിമിതപ്പെടുത്താതെ, ഡൈല്യൂട്ട് ചെയ്യാതെ മുന്നോട്ട് പോകുന്നിടത്താണ് ഇന്ത്യൻ ഡിപ്ലോമസിയുടെ മിടുക്ക് എന്ന് സ്നേഹപൂർവ്വം പ്രേക്ഷകരെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.